നബിദിനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്. നബിദിനം ഒരു പാഴ്ചിലവാണ്. നബിദിനം ഒരു പാഴ്ചലവാണ് എന്ന് എനിക്ക് വാദമില്ല. നബിദിനം ഫർള് പോലുള്ള സുന്നത്താണ്. ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛികം. അപ്പം നിർബന്ധം പോലെ പരിഗണിക്കേണ്ട, എന്തായാലും ആഘോഷിക്കേണ്ട, കൊണ്ടാടേണ്ട ഐച്ഛികമായ സുന്നത്തായ ഒരു കാര്യമാണ് നബിദിന ആഘോഷം. അതേ സമയത്ത് ഇന്ന് ഞാൻ പറയുന്നത് മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ്. മലബാറിൽ ദാരിദ്ര്യമില്ല. അപ്പോൾ ഭക്ഷണം പാഴാക്കുന്നത്, ദുർവ്യയം ചെയ്യുന്നത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ നബിദിനത്തിന് പള്ളികളിലൂടെയൊക്കെ വിതരണം ചെയ്യുന്ന ബിരിയാണി ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ഭക്ഷണമായാലും ഭക്ഷണം മനുഷ്യൻ തിന്നണം, കഴിക്കണം. അനാവശ്യമായി ഭക്ഷണം പാചകം ചെയ്യരുത്. അനാവശ്യമായിട്ട് ഭക്ഷണം വിതരണം നടത്താതെ നശിപ്പിക്കരുത്. നബിദിനം ഒരു ആഘോഷമാണല്ലോ, എല്ലാ ദുർവ്യയം. അത് മാത്രമല്ല, നബിദിനത്തിന്റെ പേരിൽ ധാരാളം ദുർവ്യയം നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മുജാഹിദുകളും പറയുന്നത്, നബിദിനം എന്ന് പറയുന്നത്. മുജാഹിദീങ്ങൾ ദുർവ്യയത്തെ എതിർക്കുന്നത് കൊണ്ട് നമുക്ക് ദുർവ്യയത്തെ എതിർക്കാതെ പറ്റുമോ? ദുർവ്യയം പാടില്ലല്ലോ. നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ ദുർവ്യയത്തോട്? ഇപ്പോൾ നമ്മൾ ഒരു തെരുവിലൂടെ പോവുകയാണെങ്കിൽ, റോഡിലൂടെ പോവുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പിന്നെ പ്രകാശത്തിൻ്റെ ഗുഹ സൃഷ്ടിക്കുക. എന്തിന്? ദുർവ്യയല്ലേ? ഈ ദുർവ്യയത്തെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹക്കീം ഫൈസി ആള് എന്തോന്ന് നമുക്കറിയില്ല, പക്ഷെ പക്ക വഹാബിസമാണ് അദ്ദേഹം അറിയാതെയോ അറിഞ്ഞോ വിളമ്പിപ്പോകുന്നത്. അതാണ് യാഥാർത്ഥ്യം. മൂപ്പര് നമ്മളൊരാളെ കുറ്റപ്പെടുത്തണ്ട, പക്ഷെ ഛർദിക്കുന്നത് വഹാബിസത്തിലേക്കുള്ള അടിവെപ്പാണ്, ഒരു സംശയം അതിലില്ല. നിങ്ങൾ നോക്കിയേ, മൂപ്പരിപ്പടുത്ത റിപ്പോർട്ടറിന് കൊടുത്ത ആ ഒരു അഭിമുഖത്തിന് ഇവർ പറയുന്നുണ്ട്, നബിദിനം ഫർള് പോലത്തെ സുന്നത്താണ്, ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുക. എന്നിട്ട് പറയാ എന്ത്, അത് മറ്റേ എന്താ പറയാ, ഭക്ഷണം എന്തിനാണ് ഭക്ഷണം അങ്ങനെ കൊടുക്കണത്? ഇപ്പോൾ ആൾക്കാർ പട്ടിണി എടുക്കണമെന്നില്ലല്ലോ, എന്തിനാ ഭക്ഷണം അങ്ങനെ കൊടുക്കണം? പിന്നെ എന്തിന് ഒരു പ്രകാശത്തിന്റെ ഗുഹ സൃഷ്ടിക്കണം 5 കിലോമീറ്റർ? ഇത് മൂപ്പര് പറഞ്ഞില്ലേ? ഇത് ശരിക്ക് മൂപ്പര മനസ്സിലുള്ള സുന്നത്തമാത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു നബി വിരോധമല്ലേ? മൂപ്പർക്ക് അങ്ങനെ ഉണ്ട്. മൂപ്പര മനസാക്ഷിയോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ പറയില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ മൂപ്പര് ആ ഒരു വൈറസ് മെല്ലെ മെല്ലെ പടർന്നു പിടിക്കുന്നതിന് തെളിവാണത്. കാരണം ഇതേ തൊള്ള കൊണ്ട് തന്നെ മൂപ്പര് പറയുന്ന മറ്റൊരു വിഷയം എന്താണെന്നറിയോ? ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട് അതിലെന്ത്, ഒരു ഓണത്തിന്റെ ചോറുണ്ണാൻ പോണത് എന്റെ സംഭവം എന്നാ. അപ്പോൾ ഒരു പറയണ്ടത് അതെന്താലോ ഭക്ഷണമല്ലേ, ഉണ്ണാലോ, അതിന്റെ ചർച്ച വേറെ, ഞാൻ അതിനെ പറ്റിയല്ല പറയണത്. പക്ഷെ മൂപ്പര് അവിടെ പറയണതൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓണത്തിന്റെ ചോറിന് ഒരു കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ, ഉണ്ണാലോ എന്ന് പറഞ്ഞല്ലോ. എന്നാലോ നബിദിനത്തിന്റെ ചോറോ, അതൊരു പട്ടിണി എടുക്കണില്ലല്ലോ പാവങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഇരട്ടത്താപ്പ്, ഒരു ലൈറ്റ്, ഇതൊക്കെ ഇപ്പൊ ആർക്കാ മനസ്സിലാവാത്ത? ഒരു പ്രകാശം സൃഷ്ടിക്കാന്നോ, 10 കിലോമീറ്ററോളം പ്രകാശം സൃഷ്ടിക്കാന്നോ? ഇപ്പൊ മൂപ്പര മാഫി കോളേജിലെ ഫെസ്റ്റിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എന്തൊക്കെ കാട്ടിക്കൂട്ടണത്. അത് കാര്യമുള്ളതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട്, ഹറാമുള്ളതുകൊണ്ട് ഹറാമില്ലാത്തതുകൊണ്ട്. അതിനെ പറ്റി വല്ലതുണ്ടോ? ഹറാമുള്ള എന്തായാലും പറ്റൂല, ഹറാമില്ലാത്ത പ്രകാശം സൃഷ്ടിക്കാലോ അല്ലാത്ത കയ്യിലില്ലേ, അതിനൊന്നും കുഴപ്പമില്ല. ഭക്ഷണം കൊടുക്കുക, ഇപ്പം മൂപ്പര മോളെ കല്യാണത്തിന് ഭക്ഷണം കൊടുത്തിട്ടില്ല ആർക്കും. എന്നാലും ഭക്ഷണം കൊടുക്കുന്ന സിസ്റ്റം മൊത്തം അവസാനിപ്പിക്ക്. കല്യാണം എന്ന സുന്നത്തിനെ ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കൽ അവസാനിപ്പിക്കുക. അതൊരു സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കല്ലേ, അത് അവസാനിപ്പിക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുക. കാരണം ആർക്കും പട്ടിണില്ലല്ലോ, എല്ലാവരും വീട്ടിൽ ഭക്ഷണമല്ലേ, പിന്നെ എന്തിനത്? അപ്പം അതേപോലെ നബിദിനത്തെ ഈ ഓണം പോലെ ഏറ്റവും ചുരുങ്ങി അതുപോലെയെങ്കിലും, അല്ലെങ്കിൽ മൂപ്പര വാഫിയുടെ അടുക്കളയിലെ ആ ഒരു ഫെസ്റ്റ് പരിപാടി പോലെയെങ്കിലും, അതിലുള്ള ലൈറ്റ് പോലെയെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴുള്ള ചോറും ലൈറ്റും ഒന്നും അങ്ങനെ മൂപ്പർക്ക് തോന്നുന്ന പോലും ഇല്ലല്ലോ. മാത്രമല്ല അതിനെതിരെ തിരിയാണല്ലോ, അറിയാതെയാണെങ്കിലും. അങ്ങനെ അറിയാതെ അറിഞ്ഞ മൂപ്പര് തിരിയുണ്ടെങ്കിൽ മൂപ്പരറിയാതെ മൂപ്പര ഉള്ളിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ,
കൊറോണയേക്കാൾ അപകടകരമായ വഹാബിസം എന്ന വൈറസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ജാഗ്രത പാലിച്ചോ, അതിലുപരി നാട് മൊത്തം ജാഗ്രത പാലിച്ചോ. കാരണം വഹാബിസം ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കാണ്. ആഗോളതലത്തിൽ കെട്ടിയെടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല ജാഗ്രത പാലിക്കേണ്ടത്, ഇന്ത്യ ജനത മൊത്തം ഇങ്ങനത്തെ ആശയത്തെ തൊട്ടും ഇങ്ങനത്തെ വൈറസ് ആർക്കെങ്കിലും പഠനമുണ്ടെങ്കിൽ തൊട്ട് ലോകം മൊത്തം ജാഗ്രത പാലിക്കണം. ലോകർക്ക് മൊത്തമായിട്ടാണ് സമസ്ത ഇപ്പോൾ ഇതിനെ കണ്ടു കെട്ടിയിട്ടുള്ളത്. ആ സമസ്ത മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, സുന്നികൾക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മൊത്തം സംരക്ഷകരാണ് സമസ്ത. അത് തെളിവാണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.